ഇന്ന് നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് പ്രായമായ ആളുകളുടെ ആരോഗ്യം. പ്രായമാകുമ്പോൾ പ്രായത്തിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പ്രായമുള്ളവരുടെ ആരോഗ്യം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് എല്ലായിടത്തും. എങ്ങനെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ പ്രായമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ദീപക് ചോപ്ര എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയുന്നു, പ്രായം മനസ്സിലാണ്, വാർദ്ധക്യം മനസ്സിലാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഉള്ളൂ നമ്മുടെ പ്രായം എന്ന് പറയുന്നു. അമേരിക്കയിലെ വലിയ TV അവതാരികയായ ഓപ്ര വിൻഫ്രി പറയുന്നു, ലൈഫ് ബിഗിൻസ് അറ്റ് 70 എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ആളുകളും മഹാരഥന്മാർ പലരും 70-80 വയസ്സുകളിലുമൊക്കെ അത്ഭുതങ്ങൾ കാട്ടിയിട്ടുള്ളവരാണ്. നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന C. രാജഗോപാലാചാരി, നമ്മുടെ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ചിത്രകാരനായിരുന്ന MF ഹുസൈൻ, ഇങ്ങനെ ധാരാളം ആളുകളെ പ്രായമായിട്ടും അവരുടെ മിടുക്ക് തെളിയിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് പ്രായം എന്ന് പറയുന്നത് മനസ്സിലാണ്, വാർദ്ധക്യം എന്ന് പറയുന്നത് മനസ്സിലാണ്. പ്രായം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കാവുന്ന 6 തരം തെറ്റുകളുണ്ട്. 6 ലൈക്ക്ലി മിസ്റ്റേക്സ്. ആ 6 കൂട്ടം തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക്, നമ്മൾ കൂടുതൽ നേരം ഇരിക്കുന്നു എന്നുള്ളതാണ്. റിട്ടയർമെൻറ്റായി, പ്രായമായി, ഇനി വയസ്സാകാലത്ത് എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ഇരിക്കുന്നു. പക്ഷേ അങ്ങനെ കൂടുതൽ ഇരിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണ്. നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കണം. എത്ര കൂടുതൽ നടക്കുന്നോ അത്രയും കൂടുതൽ ആരോഗ്യം കിട്ടും എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട്, പ്രായമാകുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. കയ്യിൽ പണമുണ്ട്, സമയമുണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശരീരത്തിന് ആവശ്യമുള്ളതിലധികം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അസുഖങ്ങളെ ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. കൊളസ്ട്രോള്, ഷുഗറ്, പ്രഷർ കൂടുക, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ആഹാരം മാത്രമേ പ്രായമാകുമ്പോൾ കഴിക്കാൻ തുനിയാവൂ. അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അസുഖമാണ്. മൂന്നാമതായിട്ട്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. റിട്ടയർമെൻറ്റാണ്, പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, കൂടുതൽ അതുകൊണ്ട് തന്നെ മിംഗ്ലിങ് കുറഞ്ഞു പോകുന്നു. അങ്ങനെ മിംഗ്ലിങ്ങൊക്കെ കുറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് ഒറ്റപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഗെറ്റിംഗ് ഐസൊലേറ്റഡ്, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പ്രായമാകുമ്പോൾ മനസ്സിലാക്കണം, വ്യക്തിബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനം. റിലേഷൻഷിപ്പ് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പാണ്. വ്യക്തിബന്ധങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നാലാമതായിട്ട് ലൈക്ക്ലി മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭൂതകാലത്തെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നു, പഴയ കാര്യങ്ങളെപ്പറ്റി എപ്പോഴും കൂടുതൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയും, ഇഫ് യൂത്ത് ഈസ് ബ്ലണ്ടർ ഓൾഡ് ഏജ് ഈസ് റിഗ്രറ്റ്. ഇഫ് യൂത്ത് ഈസ് ബ്ലണ്ടർ ഓൾഡ് ഏജ് ഈസ് റിഗ്രറ്റ് എന്ന് പറയാറുണ്ട്. പ്രായമാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്ത് കാണിച്ചു പോയ മണ്ടത്തരങ്ങളെപ്പറ്റിയെല്ലാം ഓർത്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഇത് വാസ്തവത്തോടെ ചങ്ങല പോലെയാണ്. നമ്മളെ ഭൂതകാലത്തോട് ബന്ധിച്ചിടുക, അത് ശരിയായ ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെ അടുത്തൊരു മിസ്റ്റേക്കാണ്, അടുത്തൊരു തെറ്റാണ് നമ്മുടെ ആങ്സൈറ്റി. നമുക്ക് ഉത്കണ്ഠയാണ്, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. നാളെ എങ്ങനെ ഇരിക്കും, എൻ്റെ ആരോഗ്യം എങ്ങനെ ഇരിക്കും, മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം ഓർത്ത് ആകുലപ്പെടുക. ഈ ഉത്കണ്ഠ ശരിയല്ല. അപ്പം നാളെക്കുറിച്ചുള്ള ആങ്സൈറ്റി, നാളെയുടേതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, അതുപോരെ. നാളെയുടേതായ വറികളൊക്കെ ഉണ്ട്, അത് മതി. അതുകൊണ്ട് കൂടുതലായിട്ട് നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. അവസാനമായിട്ട് ആറാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്വയം ഒരു അവമതിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം, സ്വാഭിമാനം പോവുക. പ്രായമായി
ആരോഗ്യം പോയിരിക്കുന്നു, ചില പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു, പഴയ സൗന്ദര്യമില്ല, മുഖത്ത് റിങ്കിൾസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്കൊരവമതിപ്പ്, ഒരു ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം, സ്വാഭിമാനം നഷ്ടപ്പെടുക എന്നർത്ഥം. അതും ഒരു ലൈക്ക്ലി മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ 6 കൂട്ടം തെറ്റുകൾ നമ്മളെ വരുത്താൻ ഇടയുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കൂടുതൽ ഇരിക്കുന്നു, രണ്ടാമതായിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, മൂന്നാമതായിട്ട് നമുക്ക് ഒരു ഒറ്റപ്പെടൽ തോന്നുക, നാലാമതായിട്ട് പഴയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഓർക്കുക, അഞ്ചാമതായിട്ട് നാളെയെപ്പറ്റിയുള്ള ഉത്കണ്ഠ, ആറാമതായിട്ട് നമുക്ക് ഒരു അവമതിപ്പ് തോന്നുക, ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം. ദീസ് ആർ ദ 6 ലൈക്ക്ലി മിസ്റ്റേക്സ് വിച്ച് എവറി പേഴ്സൺ മേ കമ്മിറ്റ്. ഈ 6 കൂട്ടം തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ ജാഗ്രതാപൂർവം വേണം നമ്മൾ പെരുമാറുവാനായിട്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലേ വരൂ. അതുകൊണ്ട് ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വളർച്ച എപ്പോൾ നിലയ്ക്കുന്നു അപ്പോൾ മാത്രമാണ് വാർദ്ധക്യം ഉണ്ടാവുക. നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് വളർന്നുകൊണ്ടേ ഇരിക്കാം. നമുക്ക് റീചാർജ് ചെയ്യാം, പുതിയ രീതിയിലൊക്കെ ചിന്തിക്കാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ടും മനസ്സിനെ ബുദ്ധി കൊണ്ടും ബുദ്ധിയെ ആത്മശക്തി കൊണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ടും മനസ്സിനെ ബുദ്ധി കൊണ്ടും ബുദ്ധിയെ ആത്മശക്തി കൊണ്ടും കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് വളർന്നുകൊണ്ടേ ഇരിക്കാം, അതിന് സാധ്യതയുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്ന നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യാൻ പോവുകയാണ്, റീഡെഡിക്കേഷൻ. ഇനി ക്യാൻസർ, എയ്ഡ്സ്, HIV ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ പുനഃസമർപ്പണം ചെയ്യാൻ പോവുകയാണ്, എൻ്റെ സർവീസ് ഇനി അവർക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം പുനഃസമർപ്പണം ചെയ്യാം, നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കാം. വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്, വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രൈ ടു അവോയ്ഡ് ഓൾ ദീസ് 6 ലൈക്ക്ലി മിസ്റ്റേക്സ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വാർദ്ധക്യം ഒരാഘോഷമാക്കാം, സന്തോഷമായി ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വസ്തുത.